ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് ട്രേസിയാണ്. ഒന്നിൽ കൂടുതൽ ബിസിനസ് മേഖലയിലാണ് ട്രേസി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. ട്രേസിയുടെ വിശേഷങ്ങൾ അറിയാം, ഒപ്പം തന്നെ അക്വാസ്കേപ്പിൻ്റെ പുതിയ വിശേഷങ്ങളും നമുക്ക് കേട്ടറിയാം. ഹായ് ട്രേസി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റേസ് ഫ്രം ദ ഹാർട്ട്. താങ്ക് യു അനീല്യ. ഓക്കെ, അപ്പോൾ ട്രേസിയുടെ ബിസിനസ്സിനെ കുറിച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഞങ്ങൾക്ക് അക്വാസ്കേപ്പിംഗ് ബിസിനസ്സാണ്. അക്വാസ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വാസ്കേപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അക്വാസ്കേപ്പിംഗ് എന്ന് വെച്ചാൽ അണ്ടർ വാട്ടർ ഗാർഡനിങ്. അതായത് അക്വാറ്റിക് പ്ലാന്റ്സ്, സ്റ്റോൺസ്, ഡ്രിഫ്റ്റ് വുഡ്സ്, ഇതൊക്കെ വെച്ച് നമ്മളൊരു ലൈവ് എക്കോസിസ്റ്റം താഴെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഒരു ഗാർഡനിങ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു അത് തന്നെ അണ്ടർ വാട്ടർ ആണ് അക്വാസ്കേപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇത് അക്വേറിയത്തിനകത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെയാണോ? ആദ്യം നമ്മൾ ഒരു ടാങ്ക് എടുത്തിട്ട് ഇതിൻ്റെ ഹാർഡ്സ്കേപ്പിംഗ് എന്ന് പറയും. ഹാർഡ്സ്കേപ്പിങ്ങിലാണ് നമ്മൾ ഈ സോയിലിടും, അത് കഴിഞ്ഞ് റോക്സ് നമുക്ക് ഇഷ്ടമുള്ള ഫോർമേഷൻസിൽ വെക്കും, അതിൻ്റെ മേളിൽ ഡ്രിഫ്റ്റ് വുഡ്സ് വെക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാന്റ്സ് ഇടുന്നത്. പ്ലാന്റ്സ് ഇട്ട് കഴിഞ്ഞ് വെള്ളം നിറച്ച് വെക്കുമ്പോഴാണ് നമ്മുടെ സെറ്റപ്പ് ആവുന്നത്, അക്വേറിയം ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ചെടികൾ വളർന്ന് അതിൻ്റെ ഒരു പരുവ് എത്തുമ്പോഴാണോ അത് നമ്മൾ വിൽക്കുന്നത്, അങ്ങനെയാണോ? അല്ല, ഇത് വിൽക്കുന്നതല്ല, ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വരും. അതായത് ടിഷ്യൂ കൾച്ചർ കപ്സിൽ വരും, അത് കുഞ്ഞ് പോട്ട്സിലായിട്ടൊക്കെ കിട്ടും. ഈ സാധനം നമ്മൾ ഇതിൽ വെക്കും, ഈ നമ്മുടെ എസ്കേപ്പിനകത്ത് വെച്ചിട്ട് അറൗണ്ട് ഒരു 1 മന്തിനകത്ത് ഇവർ വളർന്ന് നമുക്ക് കാണാൻ ഭംഗിയുള്ള രൂപത്തിലെത്തും. അപ്പോൾ ആ വെക്കുന്ന സമയത്ത് അത്ര ഭംഗി നമുക്ക് തോന്നില്ല, കാരണം അത് കിളിച്ച് കിളിച്ച് കുഞ്ഞു പ്ലാന്റ്സ് ആണ്. വളർന്ന് വന്ന് കാണാൻ ഭംഗിയാവാൻ 1 മാസമെങ്കിലും എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് കുറേ സ്റ്റേജസിൽ കൂടെ പോകും. ഇടയ്ക്ക് അത് മുഴുവൻ ഇങ്ങനെ പായൽ പിടിച്ച പോലെ ഇരിക്കും. കാണുമ്പോഴത്തേക്ക് നമ്മൾക്ക് വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഇത് വെക്കുമ്പോൾ ഉടനെ വന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സാധനമല്ല, അതിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ കൂടെ പോയിട്ട് അത് ആ ബ്യൂട്ടിയിലോട്ട് എത്തത്തുള്ളൂ. ഓക്കെ, ട്രേസി എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്? ഇത് ഞങ്ങളുടെ ബിസിനസ് ആക്ച്വലി കോവിഡ് ടൈമിൽ തുടങ്ങിയതാണ്. കോവിഡിലായിരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഇരിക്കുമായിരുന്നല്ലോ, നമുക്ക് പുറത്തൊന്നും പോകാനൊരു വഴിയൊന്നും ഇല്ലായിരുന്നു. അപ്പം ആ ടൈമിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു സമയത്ത് 7 ടാങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡിനാണ് ഇതിൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പുള്ളി ഇങ്ങനെ ഓരോ ടാങ്കും ഒന്നുകൂടെ മേടിച്ചോട്ടെ ഞാൻ എനിക്കും ഇഷ്ടമാണ്, കുഴപ്പമില്ല, മേടിച്ചോ. അങ്ങനെ ഒരു നോക്കിയപ്പോൾ ലിവിങ് റൂം ഫുൾ ടാങ്ക്സ് ആയി. അവസാനം ബെഡ്റൂം കയറി, ബെഡ്റൂമിലും ടാങ്ക്സ് ആയി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിക്കും ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് തോന്നി. അങ്ങനെ ആ സമയത്ത് ഞാൻ 2ാമത്തെ ആളെ ക്യാരിയിങ് ആയിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് ട്രിവാൻഡ്രത്തോട്ട് പോയി, ഇവിടുന്ന് ട്രിവാൻഡ്രത്തോട്ട് പോയി. അപ്പോൾ പുള്ളി പിന്നെ ഒറ്റയ്ക്കായി. അപ്പം ഇൻഫാക്ട് ഇതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാനിത് ബിസിനസ്സായിട്ട് തുടങ്ങാൻ തീരുമാനിച്ചു, ഞാൻ എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഐ മീൻ ടു സ്റ്റാർട്ട് എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം, കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ ബിസിനസ് ഫാമിലി അല്ല. അപ്പം ആദ്യം പറഞ്ഞപ്പോൾ എനിക്കൊരു അത് വേണോ, നമ്മളിങ്ങനെ പോവല്ലേ, ഇത് പോരെ? അപ്പോൾ ഇല്ല, വീൽ ഹാവ് ടു ട്രൈ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ ഞാൻ അതിന് മുന്നേ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം 2ാമത്തെ ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഹാഡ് ടു സ്റ്റോപ്പ് മൈ വർക്ക്. അപ്പം ഇത് ആ ടൈമിൽ ഞങ്ങൾ തുടങ്ങി വന്നു. അപ്പം എനിക്ക് തോന്നി ഇനിയിപ്പം മേ ബി വർക്കിൽ ഇപ്പം പോകണ്ട, ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് വന്നത്. ഓക്കെ, ഇതിലൊരു ഫുൾ ടൈം കെയർ ആവശ്യമില്ലേ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാനും കാര്യങ്ങൾക്ക്? ഫുൾ ടൈം ഇല്ല. നമ്മൾ ആദ്യം ഇത് സെറ്റ് ചെയ്യുമ്പം കറക്റ്റ് മെറ്റീരിയൽസ്, അതായത് ലോ ക്വാളിറ്റി ഉണ്ട്, ചൈനയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ വില കുറഞ്ഞ സാധനം കിട്ടും. അതിപ്പോൾ നമ്മുടെ എല്ലാ അക്വേറിയം ഷോപ്പിലും ഉണ്ട്. അത് പക്ഷെ വിലയിൽ കുറവായിരിക്കും, പക്ഷെ അത് ആ പ്ലാന്റ്സിനെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തത്തില്ല. ഗ്യാരണ്ടി ഇല്ല. ഇപ്പം നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തു നിന്നുള്ളതാണ്, യൂറോപ്യൻ, ജപ്പാൻ, അവിടെ നിന്നുള്ള സാധനങ്ങൾ, എന്നാൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. അപ്പം ഇറ്റ് ലാസ്റ്റ്സ്. ആ പ്ലാന്റ്സിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആ സോയിൽ ഉണ്ടാവും. ഒരു 2 years എങ്കിലും ആ സോയിൽ വെച്ച് യു ക്യാൻ കുറച്ച് റൂട്ട് ടാബ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് നീക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നു അതിൻ്റെ ബേസിസിലിരിക്കും ഹൗ ലോങ് ആൻഡ് ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് വിൽ ഗോ. ഇപ്പം എത്ര നാളായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പം ഈ വർഷം 4 years ആവും. ഓക്കെ, ട്രേസി അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചോ? എങ്ങനെയാണ് ഇത് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുന്നത്? അത് പോകെ പഠിച്ച് വരുമായിരുന്നു. കാരണം ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് പുള്ളി വർക്കിംഗ് ആണ് ഇൻഫോ പാർക്കിൽ. അപ്പം ഐ ഹാഡ് ടു ടേക്ക് ദ ഹോൾ, അതിൽ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വന്നു. ബിക്കോസ് ഹി വാസ് ഇൻ ടു വർക്ക്. കസ്റ്റമേഴ്സ് കോൾ ചെയ്യുമ്പോഴത്തേക്ക് ഐ വാസ് ഇൻ ദ ഫ്രണ്ട് ഫേസ്. സോ ഹാഡ് ടു ലേൺ. കാരണം അവർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെ വന്ന്
നമ്മൾ വായിക്കാൻ തുടങ്ങി, കൂടുതലും കേൾക്കാൻ തുടങ്ങി, യൂട്യൂബ് ചാനൽസ് എല്ലാം നോക്കി അപ് ടു ഡേറ്റ് ആയി. ബട്ട് സ്റ്റിൽ ഹസ്ബൻഡ് എപ്പോഴും ബാക്കിൽ ഉണ്ടാവും ടു ഹെൽപ്പ് സപ്പോർട്ട്. യൂട്യൂബ് ചാനൽസിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് പല ഭാഷയിൽ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം 4 ലാംഗ്വേജസിലുണ്ട്. ഹസ്ബൻഡാണ് ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും എല്ലാം. ഓക്കെ. അക്വാസ്കേപ്പിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് ആണോ ചെയ്യുന്നത്? ഈ അക്വാസ്കേപ്പിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് ആണ് ഫുൾ ചെയ്യുന്നത്. ഓക്കെ. ഇത് എങ്ങനെ ചെയ്യാം, അതായത് ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഇതെങ്ങനെ സെറ്റ് ചെയ്യാം, എന്തൊക്കെ അതിന് വേണം, അതിപ്പോൾ ഒന്നും അറിയാത്ത ആൾക്ക് അക്വാസ്കേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണം, അതിന് എന്താ നോക്കണ്ടേ, അല്ലെങ്കിൽ പുതിയ ആൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി എന്തൊക്കെയാ ശ്രദ്ധിക്കണ്ടേ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്ലാന്റ് എങ്ങനെയാണ് നോക്കേണ്ടത്, അങ്ങനെ ഇതിൻ്റെ പല പാർട്സ്. അതൊരു വലിയൊരു ഒരു സബ്ജക്റ്റ് ആക്കാനുള്ള അത്രയും മാറ്റർ ഉണ്ട്. ഓക്കെ. ഹിന്ദി ചാനൽ ട്രേസിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഹിന്ദി എങ്ങനെയാ, ഓൾറെഡി അറിയാമായിരുന്നോ അതോ ഇത് ചെയ്ത് ഇത്രയും? അല്ല, എനിക്ക് പണ്ടേ ഹിന്ദി അറിയായിരുന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മമ്മിയൊക്കെ പഠിച്ചു വളർന്ന ജംഷഡ്പൂരിലാണ്. ഞാൻ ഉണ്ടായത് ജംഷഡ്പൂരിലാണ്. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഹിന്ദി വീട്ടിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. സോ ഹിന്ദി എനിക്കൊരു ന്യൂ ലാംഗ്വേജ് അല്ലാത്തതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ബുട്ടീക്കിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനായിട്ട്, അതിനെക്കുറിച്ച് പറയാം. എന്തൊക്കെയാണ് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? അതിൽ ഞാൻ കാഞ്ചീപുരം സാരീസ് ആണ് വീവേഴ്സിൻ്റെ അടുത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എൻ്റെ കളക്ഷൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് എല്ലാവരും പറഞ്ഞു പ്രൈസ് റേഞ്ച് വളരെ കൂടുതലാണ്. കാഞ്ചീപുരം ഞാൻ ഒത്തന്റിക് ആയിട്ടുള്ളത് എടുക്കുന്നത്, അപ്പം അതിന് പ്രൈസ് റേഞ്ച് വളരെ കൂടുതലാണ്. അപ്പം പറഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറച്ചുകൂടെ എക്കണോമിക് കളക്ഷൻസിലോട്ട് പോയി. ഇപ്പം എക്കണോമിക് റേഞ്ചസിലുള്ള സാരീസ് മാത്രമാണോ? സാരീസ് മാത്രമാണ്. ഓക്കെ. എന്താ പേജിന്റെ പേരെന്താ? നൈല എന്നാണ് പേര്. നൈല. അത് ഇൻസ്റ്റാഗ്രാമിലുണ്ട്? ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ട് അധികം ആയിട്ടില്ല? സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 4 months ആയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. എങ്ങനെയാണ് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരാൻ ആ സമയത്ത് തോന്നിയത്? സ്പാർക്ക് എന്താ? എനിക്ക് ബേസിക്കലി ചെറുപ്പത്തിലെ മുതൽ ഫാഷൻ ഡിസൈനിങ്ങിനോട് ഒരു താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ആ കാലത്തൊന്നും പേരൻസിന് അത്ര താല്പര്യമുള്ള ഒരു ഏരിയ അല്ല അത് പഠിക്കാൻ വിടാനായിട്ടാണ്. അപ്പം അങ്ങനെ അതിങ്ങനെ ഞാൻ വരച്ച് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതങ്ങനെ അങ്ങ് പോയി. പിന്നെ പഠിക്കാൻ പോയി, ഇത് അങ്ങനെയൊക്കെ പോയി. ഇത് പിന്നെ ഈ കാഞ്ചീപുരം സാരീസ് എന്ന് വെച്ചാൽ എൻ്റെ മദർ ഇൻ ലോക്ക് കാഞ്ചീപുരം സാരീസ് ഒത്തിരി ഉണ്ട്. സോ അങ്ങനെയാണ് എനിക്ക് ഇതിനോട് ഒരു കമ്പം തോന്നി. അല്ലെങ്കിൽ ഞാൻ ബേസിക്കലി സാരി ഇടുന്ന ഒരാളല്ല. പക്ഷേ അത് കണ്ട് എനിക്ക് അതിനോടൊരു വല്ലാത്ത ഇഷ്ടമായി. എനിക്കിതിനൊക്കെ നിറച്ചിങ്ങനെ വെക്കണമെന്നൊരു ആഗ്രഹമായി. അങ്ങനെയാണ് കാഞ്ചീപുരം സാരീസിലോട്ട് ഇറങ്ങിയത്. അങ്ങനെ. ഓക്കെ. അപ്പം എങ്ങനെയുണ്ട് ഇപ്പം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യമേ കാഞ്ചീപുരം മാത്രമായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാവരും വിളിച്ച് നല്ല സെലക്ഷൻ നല്ലതാണ്, പക്ഷെ പ്രൈസ് കേൾക്കുമ്പം കുറച്ചുകൂടെ മേടിക്കാൻ പറ്റില്ല, ഉള്ളത് വേണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ കുറച്ചുകൂടി താഴോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കിപ്പം ഓർഡേഴ്സൊക്കെ വന്നു തുടങ്ങി. ഓക്കെ. അപ്പം നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടോ? അക്വാസ്കേപ്പിംഗ് എങ്ങനെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് സാധാരണ? അക്വാസ്കേപ്പിംഗ്, അതായത് ബാക്ക് വാട്ടർ അക്വാറ്റിക്സ് എന്നാണ് ഞങ്ങളുടെ ബിസിനസിൻ്റെ പേര്. ഓക്കെ. ഞങ്ങൾക്കൊരു സ്റ്റോർ മുട്ടത്തുണ്ട്. മുട്ടം മെട്രോ പില്ലർ 186 ഓപ്പോസിറ്റ് ഒരു സ്റ്റോറുണ്ട്. അതുകൂടാണ്ട് ഒരു ഓൺലൈൻ സൈറ്റ് ഉണ്ട്. അതിൽ എല്ലാ പ്രൊഡക്ട്സും ഇൻക്ലൂഡിങ് പ്ലാന്റ്സ് ഉണ്ടാവും. പക്ഷെ ലൈവ് ഫിഷസ് ഇല്ല. ഫിഷസ് ഞങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാറില്ല. ലൈവ് പ്ലാന്റ്സ് ഡെലിവറി ചെയ്യാറുണ്ട് ത്രൂ ഔട്ട് ഇന്ത്യ. ഞങ്ങളുടെ കസ്റ്റമർ ബേസ് കൂടുതലും കേരളയ്ക്ക് പുറത്താണ്. പൂനെ, ബാംഗ്ലൂർ, എവ്രിബഡി എക്സെപ്റ്റ് കേരള. കേരളയിൽ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു വരുന്നതേ ഉള്ളൂ, ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇൻഫാക്ട് മലയാളീസ് ഉണ്ട് ബാംഗ്ലൂരിലൊക്കെ, അവരൊക്കെ നമ്മുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളയിൽ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും നമ്മുടെ ട്രഡീഷണൽ അക്വേറിയം അതിൽ നിന്ന് മാറി വരുന്നില്ല. ടൈം എടുക്കും. ഇങ്ങനെ ഒരു ബിസിനസ് ഐഡിയ കൊണ്ടുവന്നപ്പം എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ഫസ്റ്റ് ഫേസ് ചെയ്യേണ്ടി വന്നത് തന്നെ പ്രൊഡക്ട്സിൻ്റെ റേറ്റ്സ് ആണ്. അപ്പം ഇത് അപ്പുറത്തെ ഷോപ്പിൽ ഞങ്ങൾക്ക് 200 കിട്ടുന്നുണ്ടല്ലോ, പക്ഷെ ആ സാധനം ഞങ്ങൾ 1000 വയ്ക്കുന്നത്. കാരണം ഞങ്ങളുടെ വാറണ്ടി ഉള്ള ക്വാളിറ്റി കൂടിയ പ്രൊഡക്ട്സ്. അപ്പം കുറേ പേര് ഒരു സംശയം, നമ്മൾ കൂടി വിൽക്കുവാണോ? കാരണം ഫസ്റ്റ് വന്നപ്പോൾ അത് ഫേസ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് കൂടുതൽ കിട്ടി തുടങ്ങിയപ്പോൾ, പുറത്തുനിന്ന് ആസ് ഇൻ ഔട്ട്സൈഡ് കേരള കസ്റ്റമേഴ്സ്, കാരണം അവിടുത്തെ കസ്റ്റമേഴ്സിന് അറിയാം, അങ്ങനെ വന്ന സപ്പോർട്ട് കിട്ടി തുടങ്ങിയപ്പോൾ ഇത് പതുക്കെ
ആൾക്കാർ ട്രസ്റ്റ് Accept ചെയ്യാൻ വന്നു തുടങ്ങി. പിന്നെ ഓക്കെ ദിസ് ഇസ് ഓക്കെ സംതിങ് റിലയബിൾ, അതുകൊണ്ടാണ് പ്രൈസ്. ഇപ്പം ആ പ്രൈസിന്റെ പ്രശ്നം ഞങ്ങൾക്ക് ഇല്ല. എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടോ? എക്സിബിഷൻ ഒരിക്കൽ കണ്ടക്ട് ചെയ്തു. പക്ഷേ ആസ് ഞാൻ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഐഡിയ വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഒത്തിരി ഉണ്ട്. ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുവച്ച് സെറ്റ് ചെയ്ത്, അപ്പോൾ ആൾക്കാർ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞു പോകും. അവിടെ ഫിഷസ് ഉണ്ടെങ്കിൽ ഫിഷസ് മാത്രം നോക്കി പോകും. അപ്പം ഇടുന്ന എഫേർട്ടിന് നമുക്ക് ഇത് കാരണം റാൻഡമായിട്ട് ഒരാൾ വന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മേടിക്കാം എന്ന് പറയുന്ന സാധനം അല്ല. അതിനെപ്പറ്റി കുറച്ച് എന്തെങ്കിലും അറിയാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സാധനം എൻ്റെ വീട്ടിൽ വേണം, ഐ എം റെഡി ടു സ്പെൻഡ് ഹൗ മച്ച് എവർ ഇറ്റ് ഇസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ പറ്റുള്ളൂ. കാരണം പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത് ആൾക്കാർ കുറേ പേര് അപ്രോച്ച് ചെയ്യുമ്പോഴും ഇതിൻ്റെ പ്രൈസ് കേൾക്കുമ്പോൾ ഓ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ ബാക്ക് ഔട്ട് ചെയ്യാറുള്ളത്. കാരണം ഒരു 1 feet ടാങ്ക് പ്ലാന്റഡ് അക്വേറിയം സെറ്റപ്പ് ചെയ്യാൻ മിനിമം, അതായത് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് ഒരു 15-20,000 ആവും. അപ്പോൾ 1 feet ക്യൂബ് അത്ര ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വരുമ്പോഴേ പറഞ്ഞു നോക്കി എനിക്കൊരു 3 feet വേണം, 4 feet വേണമെന്ന് പറയും. ആൻഡ് പ്രൈസ് അപ്പം അതനുസരിച്ച് കൂടും. അപ്പോൾ അത്രയും കേൾക്കുമ്പോൾ അത്രയും അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞങ്ങൾ എക്സിബിഷൻസ് കൂടുതൽ പോവാറില്ല. ബൈ മൗത്ത് പോകുന്ന ആ ഒരു ഇത്, അതും പിന്നെ യൂട്യൂബ് ചാനലിൽ കൂടെ. ഇപ്പം കേരളത്തിന് പുറത്തോട്ടാണ് കൂടുതൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പം അതെങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ? അത് ഞങ്ങൾ മറ്റേ കൊറിയേഴ്സുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾ അവിടെ ചെന്ന് ഇത് സെറ്റപ്പ് ചെയ്യുമോ? സെറ്റപ്പ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, അറേഞ്ച് ചെയ്യാം. ഇപ്പം ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ആള് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ. അല്ലാണ്ട് മിക്കതും സ്കേപ്പിംഗ് ഒക്കെ മിക്കവരും ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഒരു നമ്മൾ വരയ്ക്കാനിരിക്കുമ്പോൾ നമുക്ക് തന്നെ വരയ്ക്കാനിരിക്കണം. മനസ്സിലായി. ഇതൊരു തരം ആർട്ടാണ്. അപ്പം ഇതിനോട് താല്പര്യം കാണിച്ച് വരുന്നവർ മിക്കവരും എനിക്ക് തന്നെ ചെയ്യണം, എനിക്ക് സാധനങ്ങൾ തരൂ എന്ന് പറയുന്നവരായിരിക്കും. ഓക്കെ. ഇനി ഫാമിലിനെ കുറിച്ച് പറയും. ട്രേസിയുടെ ഒറിജിൻ ഇവിടെ നിന്നാണോ, കൊച്ചിയാണോ? അല്ല, ട്രിവാൻഡ്രം ആണ്. ഓ അത് ശരി. എങ്ങനെയുണ്ട് കൊച്ചിയിൽ വന്നിട്ട്? കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തിരിച്ച് ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ അത്ര ഇഷ്ടപ്പെടാറില്ല. കൊച്ചി ഫാനായി. ഓക്കെ. ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ ഫാമിലി ഇവിടെ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ്, 2 kids ഉണ്ട്. മൂത്ത ആള് 10 years old, രണ്ടാമത്തെ ആള് 3.5. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാദറും ഞങ്ങളുടെ കൂടെയാണ്. മദർ ഇൻ ലോ പാസ്ഡ് അവേ. പിന്നെ എൻ്റെ പേരൻസ് ട്രിവാൻഡ്രത്താണ്. ഓക്കെ. അപ്പം ആസ് ആൻ എൻ്റർപ്രണർ ആൻഡ് മദർ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ട്രേസി ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്നത്? അത് ചാലഞ്ചസ് എങ്ങനെ മീറ്റ് ചെയ്യുന്നു? ഡേ ടു ഡേ ലൈഫിൽ ആക്ച്വലി പിള്ളേരുടെ കൂടെ സമയം കുറച്ച് കുറയുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് പിന്നെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും കൂടി ടൈം എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ശരിയാ. ആ ഒരു ഇതുണ്ട്. കാരണം പെട്ടെന്ന് അവരെന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളിക്കാനിരിക്കും വരുമ്പോൾ ആയിരിക്കും ഒരു കസ്റ്റമറിൻ്റെ കോള് വരുന്നത്. അപ്പോൾ എനിക്ക് കസ്റ്റമറിൻ്റെ കോള് കട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ ഇളയാൾ എനിക്ക് തോന്നുന്നു അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. മൂത്ത ആളെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഐ തിങ്ക് ഐ എം ഗിവിംഗ് ടൈം ടു ദം. ബട്ട് എവിടെയോ ഒരു മിസ്സിങ്. അത് ഈ സമയത്ത് തോന്നുന്ന കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കും. കാരണം കുട്ടികൾ ഈ സമയത്ത് നമ്മളെ കണ്ടാണല്ലോ വളരുന്നത്. അപ്പോൾ റോൾ മോഡൽസ് ആയിട്ട് അവർ നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വി ഹാവ് ടു ഇൻസ്പയർ ദം. എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും എന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത് ചെയ്യുന്നുണ്ട്, അതെന്തായാലും ചെയ്യുന്നുണ്ട്. അവർ കുറച്ച് ടൈം ഞങ്ങൾക്ക് തരൂ എന്ന് ചോദിക്കുന്നതേ ഉള്ളൂ ചില സമയത്ത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ, ഈ പ്രായം കഴിയുമ്പോൾ ചിലപ്പോൾ എപ്പോഴും അവർക്ക് നമ്മളെ ആവശ്യം ഉണ്ടായെന്ന് വരില്ല. അവരും ബിസി ആവും അവരുടെ സ്റ്റഡീസും ലൈഫുമായിട്ട്. അപ്പം നമുക്ക് ഒരു ലോൺലിനെസ് ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ നമ്മുടേതായിട്ടുള്ളത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ. ഇനി എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ബോത്ത് ഇപ്പോൾ ഫാഷൻ ഇതിലാണെങ്കിലും ഓൺലൈൻ ബുട്ടീക്കായിട്ടാണെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിനെപ്പറ്റി നല്ലൊരു അറിവുണ്ടായിരിക്കണം. അതായത് എന്തൊക്കെ ചിലവുകൾ വരാം. കാരണം കുറേ പേര് നമ്മളിതിൽ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിലോട്ട് നോക്കുമ്പോൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്ട്രെസ്സ് കൂടും. കാരണം നമ്മൾ കാരണം ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാത്രമായിരിക്കും, പിന്നെ ആയിരിക്കുമല്ലോ വലിയൊരു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ടൈമിൽ ചെറിയതായിട്ട് ഫോർ എക്സാമ്പിൾ അക്വാസ്കേപ്പിങ്ങിലാണെങ്കിൽ ഞങ്ങൾ ഇതിന് എന്തൊക്കെ ചിലവ് വരും, ഇതെങ്ങനെ നമുക്ക് മാർക്കറ്റിംഗ്, കാരണം ഇതിന് മെയിൻ ഒരു കാര്യം മാർക്കറ്റിംഗ് ആണ്. ഇനി അങ്ങോട്ട് മുന്നോട്ടെല്ലാം മാർക്കറ്റിംഗ്, ഹൗ വി ക്യാൻ മാർക്കറ്റ് ഇറ്റ്, അതിന് നമ്മൾ എന്താ ആലോചിക്കുന്നത്, അതായിരിക്കണം ഫസ്റ്റ്. ഞാനിപ്പം ഒരു സാധനം തുടങ്ങുവാണെങ്കിലും ഞാൻ ഇതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്,
ഏത് യൂട്യൂബാണോ അതോ ഇൻസ്റ്റാഗ്രാം ആണോ അതോ ഏത് ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്തിട്ടാണോ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ഇറങ്ങിത്തിരിക്കാനായിട്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോകും. സ്റ്റക്കായി പോയി കഴിയുമ്പോൾ നമ്മുടെ ആ ആദ്യത്തെ എനർജിയും പോവും. നമ്മൾ ചിലപ്പോൾ അങ്ങ് ഇട്ടിട്ട് പോകും. ചിലപ്പോൾ ഇട്ടിട്ട് പോകേണ്ട സ്റ്റേജ് ആയിരിക്കില്ല. നമ്മൾ ചിലപ്പം തൊട്ട് മുന്നേ ആയിരിക്കും ഇട്ടിട്ട് പോകുന്നത്. അപ്പം അതിനു മുന്നേ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളിത് ആൾക്കാർ വരെ റീച്ച് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കിയിട്ടേ എന്ത് ബിസിനസ് ആണെങ്കിലും ഇറങ്ങിത്തിരിക്കാവുള്ളൂ. ഓക്കെ. അപ്പം ട്രേസിക്ക് ഇപ്പം ടോക്കിംഗ് അബൌട്ട് വുമൺ എൻ്റർപ്രണേഴ്സ് നെറ്റ്വർക്ക്, അതിപ്പോൾ കൊച്ചിയിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ. എന്താണ് വെന്നിനെ കുറിച്ചുള്ളൊരു അഭിപ്രായം ചോദിച്ചാൽ പറയാനുള്ളത്? വെന്നിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ ബിസിനസ് തന്നെ തുടങ്ങാൻ കാരണം വെന്നാണ്. ശരി. കാരണം ഞാൻ അവിടെ വന്നപ്പം ആക്ച്വലി എന്നെ വെന്നിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഞാൻ നേരത്തെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടെ എൻ്റെ ബോസാണ് എന്നെ ഇതിനകത്തോട്ട്, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഷീ സെഡ് യു മസ്റ്റ് ഗെറ്റ് ഇൻ ടു വെൻ, ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ഇൻ മെനി വേസ് എന്ന്. അപ്പം അന്ന് എനിക്ക് എന്തായിരുന്നു എന്നറിയില്ലായിരുന്നു. ബട്ട് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഹൗ ഇറ്റ് വിൽ ഹെൽപ്പ് യു. വെൻ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത്, ഇൻ ദ സെൻസ് ഹൗ യു ക്യാൻ ഹാൻഡിൽ. അപ്പം കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ വർക്ക് കൊളീഗ്സേ ഉള്ളൂ. അപ്പോൾ അവർ നമ്മുടെ വേറൊരു സ്റ്റൈലാണ് ലൈഫ് പോകുന്നത്. പക്ഷേ ഹൗ ആസ് എൻ ഓൺട്രപ്രണർ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, യുവർ ബിസിനസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം മെനി അതർ തിങ്സ്. അപ്പോൾ വെന്നി വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറേ ഒത്തിരി ലേഡീസിനെ കണ്ട് അവർ ഒന്നല്ല പല കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നു വെരി നൈസ്ലി. ആൻഡ് മുഖത്തൊരു ക്ഷീണമോ ചുളുക്കോ ഒന്നും ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ വെച്ചാൽ ഞാനിങ്ങനെ ഒരു സാധനം വെച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് വേറെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടല്ലോ, വൈ നോട്ട് എക്സ്പ്ലോർ. അങ്ങനെയാണ് ഞാൻ ഈ എൻ്റെ സെക്കൻഡ് ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്. ഓക്കെ. പിന്നെ ട്രേസി ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എന്താണ് ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് ആസ് ഇൻ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്, ഓൺലൈൻ വെബ്സൈറ്റ്സ് ഉണ്ട് ഈ അക്വാസ്കേപ്പിങ്ങിനൊക്കെ ഉള്ളത്. ആസ് ഓഫ് നൗ ഞങ്ങൾ തേർഡ് എന്ന് പറയാം. കാരണം ബാക്കിയുള്ളവരൊക്കെ ഇൻ ദ ഫീൽഡ് 20 years ഒക്കെ ആയിട്ടുള്ളവരാണ്. സോ നമ്മൾ വർക്ക് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. സോ നൗ ആർ എയിം ഇസ് ടു റീച്ച് ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ. അപ്പം ഹൗ വി ക്യാൻ റീച്ച് ടു ദം. കാരണം ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരൊക്കെ ചെന്നൈ, ബാംഗ്ലൂർ മെട്രോ സിറ്റീസിലാണ്. സോ അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയർ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഡെലിവറി ആണെങ്കിലും ഇന്ന് ആഴ്ച നാളെ എത്തും. നമ്മളുടെ ഒരു അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയാണ് ഞങ്ങൾ ഇപ്പം ഫേസ് ചെയ്യുന്നത്. പക്ഷെ അത് ഫാസ്റ്റ് അപ്പ് ചെയ്യാൻ എന്നാ വഴികളെന്ന് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഇത്രയും സമയം എൻ്റെ ചാനലിന് വേണ്ടി തന്നതിനും കുറേ പുതിയ ഇൻഫോർമേഷൻസ്, അക്വാസ്കേപ്പിംഗ് എന്നുള്ളൊരു പുതിയ ഐഡിയ ആണല്ലോ, അതിനെക്കുറിച്ച് തന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൺലൈൻ ബുട്ടീക്കിൻ്റെ കാര്യത്തിലും ഇനി ഒത്തിരി ഉയരങ്ങളിലെത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.